തെരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്ന രത്തൻ യു ഖേൽക്കറുടെ നിയമനത്തിൽ വിശദീകരണവുമായി മുഖ്യമന്ത്രി. നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഉദ്യോഗസ്ഥനാണ് രത്തൻ യു ഖേൽക്കർ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അതേ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഓഫീസറാണ്. അതുകൊണ്ടാണ് ഞാൻ എന്റെ ഓഫീസിൽ വെച്ചത്. അദ്ദേഹം നല്ല ട്രാക്ക് റെക്കോർഡുള്ള വിവിധ വകുപ്പുകൾ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ കീഴിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അന്നത്തെ മുഖ്യമന്ത്രിയുടെ കീഴിൽ ബംഗാളുമായിട്ടാണ് താരതമ്യപ്പെടുത്തുന്നത്. ബംഗാളിലെ വിഷയം എന്താ? ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും CPM-ഉം ഗുരുതരമായ ആരോപണമാണ് അവിടുത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസർക്കെതിരായിട്ട് ഉന്നയിച്ചത്. എന്താ ഗുരുതരമായ ആരോപണം? വ്യാപകമായ തോതിൽ SIR-ൽ നിന്ന് വോട്ടുകൾ നീക്കം ചെയ്തു എന്നാണ് ആരോപണം. അങ്ങനത്തെ ഒരു കംപ്ലൈന്റ് ഇവിടുത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസറെ കുറിച്ച് ആർക്കെങ്കിലും ഉണ്ടായിരുന്നോ? മുനമ്പം വിഷയം, ഗുരുവായൂർ സന്ദർശന വിവാദം തുടങ്ങിയ വിഷയങ്ങളിലും മുഖ്യമന്ത്രി പ്രതികരിച്ചു. ഷഫീദ് റാവുത്തർ ചേരുകയാണ്. ഷഫീദ്, മന്ത്രിസഭാ യോഗത്തിന് ശേഷമുള്ള വാർത്താ സമ്മേളനമായിരുന്നു. അതിൽ തന്നെ വിവിധ വിവാദ വിഷയങ്ങളിൽ പ്രതികരണം തേടി മാധ്യമപ്രവർത്തകർ. ഏറ്റവും പ്രധാനം രത്തൻ യു ഖേൽക്കറുടെ നിയമനവുമായി ബന്ധപ്പെട്ടാണ്. അസ്വാഭാവികതയില്ലെന്നും ബംഗാൾ പോലെ താരതമ്യപ്പെടുത്താനാവുന്നതല്ല എന്നും അദ്ദേഹം വിശദീകരിക്കുന്നു. ഒപ്പം മുനമ്പം വിഷയം, അങ്ങനെ മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിന്റെ സമഗ്ര രൂപം എങ്ങനെയാണ്? ഇക്കാര്യത്തിൽ ഏറ്റവും ആകാംക്ഷയോടെ നമ്മൾ നോക്കിക്കേണ്ടത് രത്തൻ യു ഖേൽക്കറുടെ നിയമനവുമായി ബന്ധപ്പെട്ട് എന്താണ് മുഖ്യമന്ത്രിക്ക് കാര്യത്തിൽ വിശദീകരിക്കാൻ ഉള്ളത് എന്നുള്ളതായിരുന്നു. അതിലിപ്പോൾ അദ്ദേഹം പറയുന്നത് ഒരു സ്വാഭാവികമായിട്ടുള്ള നിയമനം എന്നതിനപ്പുറത്തേക്ക് മറ്റു കാര്യങ്ങളില്ല. മാത്രമല്ല, എങ്ങനെയാണ് ചീഫ് ഇലക്ടറൽ ഓഫീസറെ നിയമിക്കുന്നത്? സംസ്ഥാനം കൊടുക്കുന്ന പാനലിൽ നിന്നും കേന്ദ്രം തീരുമാനിക്കുകയാണ്. ഇലക്ഷൻ കഴിഞ്ഞാൽ സിഇഒമാർ റിട്ടയർ ചെയ്യുകയാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി വീണ്ടും ഈ വാർത്താ സമ്മേളനം നടത്തുന്ന ചേംബറിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ്. അദ്ദേഹം CMDRF-മായി ബന്ധപ്പെട്ട ഒരു ഫണ്ട് കൈമാറ്റം എന്നാണ് സൂചന. ഏതായാലും വലിയ രാഷ്ട്രീയ വിവാദമായി മാറിയ ഒരു വിഷയത്തിലാണ് മുഖ്യമന്ത്രി VD സതീശന്റെ പ്രതികരണം ഉണ്ടായത്. അദ്ദേഹം പറഞ്ഞ നളിനിയത്തോടക്കമുള്ള ആളുകളുടെ നിയമനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ രത്തൻ യു ഖേൽക്കറുടെ നിയമനത്തെ അക്കാര്യത്തിൽ വിശദീകരിച്ചത്. ബംഗാളിലെ സാഹചര്യവുമായി ഏതെങ്കിലും തരത്തിൽ താരതമ്യം ചെയ്യാൻ കഴിയുന്ന സാഹചര്യം അത് കേരളത്തിലില്ല. മാത്രമല്ല, ബംഗാളിൽ ഇപ്പോൾ മുഖ്യമന്ത്രി മാധ്യമങ്ങൾക്ക് മുൻപിൽ സംസാരിക്കുകയാണ്. ശരി, ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. വാർത്താ സമ്മേളനത്തിന് ശേഷമാണ് അദ്ദേഹം മടങ്ങിയെത്തിയത്. കേരള BPCL ഗവൺമെന്റ് ഓഫ് കേരളയ്ക്ക് 0.86% ഷെയർ ഹോൾഡിംഗ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ BPCL നിന്നാണ്. അപ്പോൾ ഇവിടെ ഇതിന്റെ ഡിവിഡൻഡ് അറൌണ്ട് 141 crores ഡിവിഡൻഡ് ഒരു ഹാൻഡിങ് ഓവർ ആണ് ഇപ്പൊ ചെയ്തത്. ഭയങ്കര സന്തോഷത്തോടു കൂടി ഏറ്റുവാങ്ങും. സമയം അറിയാല്ല. ഭാരത് പെട്രോളിയം ഞാനവിടുത്തെ യൂണിയൻ പ്രസിഡന്റ് കൂടിയാണ് വർഷങ്ങളായിട്ട്. ലേബർ യൂണിയൻ പ്രസിഡന്റ് കൂടിയാണ്. അപ്പൊ ആദ്യം ഏൽപ്പിക്കാൻ കഴിഞ്ഞ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.